ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ സെക്രട്ടറിയാണ് താങ്കൾ. വ്യാപാരികളെയും വ്യവസായികളെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ താങ്കളുടെ സംഘടന വളരെ ശക്തമാണ്. എത്രത്തോളമാണ് ആ സംഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ? ഈ സംഘടന വന്നത് മുതലാണ് വ്യാപാരികൾ സ്വന്തം കശയിലിരിക്കാൻ പ്രാപ്തരായത്. നമ്മുടെ ഈ പ്രദേശത്ത് അന്ന് അടക്ക കച്ചവടക്കടയിലും വലിയ മരഞ്ചരക്ക് പലചരക്ക് കടകളിലൊക്കെ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ ഞങ്ങളൊക്കെ എണിച്ചു നിൽക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ സാറിൻ്റെ ഒരു പ്രസ്താവന വന്നു, ഏത് ഓഫീസർ വന്നാലും നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എണിക്കാൻ പാടില്ല. ഒരു ഓഫീസർക്ക് നിങ്ങളുടെ ചെയറിൽ നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് വെച്ചിട്ടുണ്ട ആ സ്ഥാനത്തിൽ സീറ്റിൽ മറ്റൊരാൾ കയറിയിരിക്കാൻ പാടില്ല, അത് നിങ്ങൾ തന്നെ ഇരിക്കേണ്ട സാധനം. ആ ഒരു ധൈര്യമാണ് ഇന്ന് ഈ കാസർഗോഡ് 8000-ഓളം ജില്ലാ മെമ്പർമാരുണ്ട്. ഞങ്ങൾക്കുള്ള ആ വിജയിപ്പിക്കാനുള്ള ഇത് തന്നത്. പിന്നെ സംഘടന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആരും ഞങ്ങളെല്ലാം ടാക്സ് കൊടുക്കുന്ന കൂട്ടത്തിലാണ്. ഞങ്ങളെല്ലാം സെയിൽ ടാക്സ് രജിസ്ട്രേഷൻ ചെയ്ത ആളാണ്. സെയിൽ ടാക്സ് രജിസ്ട്രേഷൻ ഇല്ലാതെ ആരും ടാക്സ് കൊടുക്കാത്ത ഒരു കച്ചവടക്കാരനും ഈ പ്രദേശത്ത് ഉണ്ടാവില്ല, സംഘടനയിൽ ഉണ്ടാവില്ല. നമ്മളെല്ലാം ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യുന്ന, ലൈസൻസ് ഇല്ലാത്ത ആൾക്ക് ഞങ്ങൾ ഇത് അംഗത്വം കൊടുക്കുന്നില്ല. രാഷ്ട്രീയ ലൈനുണ്ടോ? രാഷ്ട്രീയമുണ്ട്. ഞാനൊരു ദേശീയ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ദേശീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം എൻ്റെ പിതാവും എൻ്റെ ജ്യേഷ്ഠന്മാരെൻ്റെ സഹോദരങ്ങളെല്ലാം ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അനുഭാവികളാണ്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്. എൻ്റെ ഭാര്യ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്. ഇപ്പോഴത്തെ അവൾ എൺമകജ പഞ്ചായത്ത് ഈ ശിവഗിരി ഡിവിഷനിലെ മെമ്പറാണ്. അപ്പോൾ ഒരു നല്ല ഒരു വ്യാപാരിയാവാൻ, ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനാകാൻ, ഒരു സമൂഹത്തിൽ നന്മ ചെയ്യുന്നവനാവാൻ ഉപ്പ നൽകിയ ഏറ്റവും വലിയ ഉപദേശം എന്താണ്? ഇപ്പോൾ നമുക്ക് നൽകിയത് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് നൽകിയ വിദ്യാഭ്യാസമാണ്. ഞങ്ങൾക്ക് അന്ന് വിദ്യ ഉണ്ടല്ലോ. എൻ്റെ സഹോദരങ്ങളെല്ലാവരും നല്ല ഹൈ പൊസിഷനിൽ വന്നു. കാരണം അവർ നല്ല വിദ്യാഭ്യാസം കിട്ടി. ഒരാൾ ക്യാംകോയിൽ മാനേജറായി, അദ്ദേഹം ഇപ്പോൾ 2 മാസം മുമ്പ് റിട്ടയർഡായി. പിന്നെ ഒരു സഹോദരൻ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ കാസർഗോഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരാൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ. എല്ലാവർക്കും ഇപ്പോൾ നല്ല വിദ്യാഭ്യാസം. വേറൊരു ചെറിയ ഇളയ ഇന്ത്യൻ എയർഫോഴ്സിൽ അവരെ ലീഗൽ അഡ്വൈസറാണ്. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അത് അന്നത്തെ കാലത്ത് ഈ പ്രദേശത്ത് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പിന്നിലായിരുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ലയിലെ, പ്രത്യേകിച്ചും പെർള എന്ന പ്രദേശത്ത് ആദ്യമായൊരു കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പോൾ അത്രയ്ക്ക് ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും പേരെ പഠിപ്പിക്കുക, അതൊരു കൃഷിക്കാരൻ, വലിയൊരു കൃഷിയല്ല, സാധാരണ ഒരു മലഞ്ചരക്ക് കച്ചവടക്കാരന് അത് വളരെ പ്രയാസമാണ്. അപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അത് നിങ്ങളുടെ മൊത്തം എല്ലാവരെയും പഠിപ്പിക്കാൻ അദ്ദേഹം പാടുപെട്ട ആ വേദനയാണ്. തീർച്ചയായിട്ടും അത് എപ്പോഴും ഓർക്കാറുണ്ടോ? തീർച്ചയായിട്ടും. അന്ന് ഇപ്പം നമ്മളെ കടയിലേക്ക് വരുന്ന ആളാണെങ്കിലും അഥവാ ഏതെങ്കിലും പ്രദേശത്തേക്ക് നടന്നു പോകുമ്പോഴേക്ക് ആൾക്കാരെ എല്ലാ ജാതിയുടെ എല്ലാ വിഭാഗം ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്, പരിചയം എല്ലാം ആശയവിനിമയം നടത്തുമ്പോൾ ഉപ്പാൻ്റെ പേരാ, ഇന്നാളെ മകനാണോ എന്നാണ് ചോദിക്കൽ. ഇങ്ങനെയുണ്ട്, അതിലഭിമാനമുണ്ട്. അന്ന് ആ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വിദ്യാഭ്യാസവും ഇത്രയും സൗകര്യം ചെയ്തു തരുന്ന ആ മനുഷ്യനെ എന്നും ജനങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോഴേക്ക് എത്രത്തോളം അഭിമാനം ഉണ്ടാവും. വളരെയധികം നമ്മളെ മനസ്സും കണ്ണും നിറഞ്ഞു പോകാൻ. ഇത്രയും നാളത്തെ ജീവിതത്തിൻ്റെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? എനിക്ക് ഏറ്റവും കൂടുതൽ തന്നെ ഫീൽ ചെയ്തത് എൻ്റെ ഒരു സഹോദരൻ്റെ ആകസ്മിക മരണമാണ്. എൻ്റെ നേരെ തൊട്ട് ഇളയ അനുജന് ഇവിടെ ഈ പഞ്ചായത്തിൻ്റെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഈ ജോലിയിലുണ്ടാകുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഏറ്റവും കൂടുതൽ പരിചരിച്ച ഒരു വ്യക്തിയെന്ന നിലക്ക് അത് എൻ്റെ മരണം ഇപ്പോഴും എനിക്ക് ഓർക്കാൻ പറ്റാത്തൊരു ഉണ്ട്. മാനസികമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമുള്ളവർ. പിന്നെ
ഞങ്ങളൊക്കെ മക്കളൊക്കെ ഇത്രയും നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ട് നമ്മളൊക്കെ കാണാനുള്ളൊരു യോഗം ഞങ്ങളെ പിതാവിനില്ലാതായിപ്പോയി എന്നുള്ളൊരു വിഷമവും കൂടി. പക്ഷെ ഇതൊക്കെ ഒരു പക്ഷേ നമ്മൾ ഇത്രയൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത പുണ്യത്തിൻ്റെ, അവരുടെ പ്രാർത്ഥനയുടെ, അവരുടെ അനുഗ്രഹത്തിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ ഇതുവരെ എത്തിയതെന്ന് താങ്കൾ ചിന്തിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇല്ലെങ്കിൽ ഈ പല ജാതികളുള്ള പല വിഭാഗത്തിലുള്ള ഈ ഇവിടെ ബ്രാഹ്മിൺസ് ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, ബൺസ് ഉണ്ട്, മറാഠീസ് ഉണ്ട്, മൂല്യാസ് ഉണ്ട്, പിന്നെ ഹരിജനങ്ങളുണ്ട്. ഇവരെല്ലാം താമസിക്കുന്ന ഈ പ്രദേശത്ത് എനിക്ക് ഇത്രയും നല്ല രീതിയിൽ എനിക്ക് ഈ സംഘടനയായി മുന്നോട്ട് പോകാനും വ്യാപാര രംഗത്ത് ഇങ്ങനെ പിടിച്ചു നിർക്കാൻ കഴിഞ്ഞത് ആ പിതാവ് കാണിച്ചെന്ന മാതൃകയാണ്. എല്ലാവരെയും മനുഷ്യനായി കാണുക, മനുഷ്യനായി സ്നേഹിക്കുക, അവരെല്ലാം ജാതിയും മതത്തിനും പണക്കാരനും പാവപ്പെട്ടവനൊന്നും വ്യത്യാസമില്ലാതെ അവരെ നമ്മൾ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു പിതാവിൻ്റെ ഓർമ്മകളാണ് നമ്മുടെ മനസ്സിൽ. തീർച്ചയായിട്ടും അതിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും അതാണ് എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ, നമ്മൾ ജനിച്ച പ്രദേശം, അതൊക്കെ നമ്മുടെ സ്വഭാവവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം അതാണ്. പിന്നെ നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ വെറും ലാഭം മാത്രം നോക്കാൻ പാടില്ല. നമ്മളൊരു സ്ഥാപനത്തിൽ നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടു കാണും അവിടെ ഞാൻ ആ ചെറിയൊരു ഇതാണ്. ഇപ്പം ഓഫ് സീസണാണ്, സാധനങ്ങൾ വളരെ കുറവാണ്. ഇനിയിപ്പം റെയിനി സീസൺ വരുമ്പോഴേക്കാണ് നമുക്ക് കൂടുതൽ ബിസിനസ് വരിക. ഈ ബിസിനസ്സിൻ്റെ ഇടയിലും സാധാരണക്കാർ വന്ന് ഒരു അപേക്ഷ എഴുതി തരണമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എഴുതി കൊടുക്കും. ഞാൻ എൻ്റെ സ്വന്തം കടലാസ് എടുക്കും, എൻ്റെ സ്വന്തം പേന, കാർബണാണെങ്കിൽ എന്താണ്, അവസാനം സ്റ്റാമ്പ് പോലും ഞാൻ ഒട്ടിച്ചിട്ട് നമ്മൾ ആ ബിസിനസ് മാത്രം നമുക്ക് പൊതുജനങ്ങളുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം എപ്പോഴും സ്നേഹിക്കാനുള്ളത് സഹായിക്കുക. നമുക്ക് ദ്രോഹമില്ലാതെ നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവരെയും കൂടെ സഹായിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുക അവരിൽ നിന്നല്ല, മറ്റൊരാളിൽ നിന്നായിരിക്കും, സർവേശ്വരിൽ നിന്നായിരിക്കും. എത്രത്തോളം വിശ്വാസമുണ്ട് ദൈവത്തിൽ? ഞാൻ പൂർണ്ണ വിശ്വാസിയാണ്. ഞാൻ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഞങ്ങൾ ജമാഅത്ത് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും കൂടിയാണ്. പിന്നെ പള്ളിയുടെയും എല്ലാ പല മതസ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഞാൻ വന്നിട്ടുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. മദ്രസ കമ്മിറ്റികളിൽ പോലെ ആയാലും മറ്റുള്ള സാംസ്കാരിക രംഗങ്ങളിലും താങ്കൾ ഉണ്ട്.